നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ ഏതാണ്ട് ശാന്തമാണ് എങ്കിലും ഇസ്രായേൽ ഇപ്പോഴും ലെബനന് നേർക്ക് നടത്തുന്ന ആക്രമണം ശരിയായ നടപടിയല്ല എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇക്കാര്യം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അല്പം കൂടെ ശാന്തത പാലിക്കണം, പക്വത പാലിക്കണം എന്നൊക്കെയാണ് താൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷവും ലെബനനിൽ ഇസ്രായേൽ വ്യാപകമായ തോതിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയത്. അവിടെയുള്ള ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേർക്കാണ് ആക്രമണം നടക്കുന്നത്. കൂടാതെ ഇപ്പോൾ ഈ യുദ്ധം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനിലും അമേരിക്കയിലും എല്ലാം തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേരിക്കയിൽ വെച്ചാണ് ലെബനനുമായുള്ള ചർച്ച നടക്കുന്നത്. ഈ ചർച്ചകളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇറാനുമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതിനായി പാകിസ്ഥാനിലാണ് ചർച്ച നടക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ള പ്രമുഖരായ വ്യക്തികൾ, അതുപോലെ പശ്ചിമേഷ്യയുടെ ചുമതലയുള്ള കുഷ്ണർ തുടങ്ങിയവരെല്ലാവരും തന്നെ ഈ ചർച്ചകൾ പങ്കെടുക്കും എന്നാണ് കരുതപ്പെടുന്നത്. എന്ത് വില കൊടുത്തും സമാധാനം കൈവരുത്തുക എന്നുള്ളതാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അമേരിക്ക നേരത്തെ വളരെ കർശനമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നത് എങ്കിലും ഇപ്പോൾ അതിന് വലിയ തോതിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണങ്ങളിലൊന്ന് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം രാജ്യത്ത് നിന്ന് ഉയരുന്ന പ്രതിഷേധം തന്നെയാണ്. വെറുതെ തങ്ങളുടെ നികുതി പണമെടുത്ത് ഇറാനിൽ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി വിമാനങ്ങളും പണവും എല്ലാം നശിപ്പിക്കുന്ന രീതിയോട് അമേരിക്കൻ ജനത വലിയ തോതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിന് കർശനമായ നിർദ്ദേശം നൽകി രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളികളൊന്നാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ എല്ലാ കാലത്തും വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഇസ്രായേൽ അമേരിക്കയെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ ഡൊണാൾഡ് ട്രംപിന് കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയൊരു പ്രസ്താവന പുറത്തു വരുന്നത്. ഇതുകൂടാതെ ഇറാനിൽ നിന്ന് ഇപ്പോൾ പുറത്തെത്തിയ വാർത്തയും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ്. ഇറാനിലെ പുതിയ പരമോന്നത നേതാവായ മുസ്തഫ ഖമേനിയുടെ പ്രസ്താവനയിൽ പറയുന്നത് ഹോർമുസ് കടലിടുക്ക് വഴി പോകുന്ന കപ്പലുകളിൽ നിന്ന് നിർബന്ധമായും സെസ് പിരിക്കും എന്ന് തന്നെയാണ്. ഇക്കാര്യവും അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ സമാധാനപരമായി ഒത്തുതീർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലാണ് ഇറാൻ ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്നത് എന്നാണ് ട്രംപിൻ്റെ നിലപാട്. അതേസമയം മുസ്തഫ ഖമേനിയുടെ പേരിൽ പുറത്തു വന്ന ഈ പ്രസ്താവന മുസ്തഫ ഖമേനിയുടെ തന്നെയാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല എന്നാണ് മറ്റൊരു വിഭാഗം വാദിക്കുന്നത്. കാരണം മുസ്തഫ ഖമേനി കഴിഞ്ഞ ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അബോധാവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുമാണ് മറ്റു പലരും ചോദിക്കുന്നത്. മുസ്തഫ ഖമേനി കോമ സ്റ്റേജിൽ, അതായത് പൂർണ്ണമായും അബോധാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നതെന്നാണ് പറയപ്പെടുന്നത്. താൻ പരമോന്നത നേതാവായ കാര്യം പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നും പറയപ്പെടുന്നു. അപ്പോൾ എന്താണെങ്കിലും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഈ വരും ദിവസങ്ങളിൽ, അതായത് വളരെ കുറഞ്ഞ സമയമുള്ളൂ എങ്കിൽ പോലും അതിനകം പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. അതുപോലെ മധ്യസ്ഥന്മാരുമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ സജീവമായ പങ്കാണ് വഹിക്കുന്നത്. പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ തങ്ങളാണ് മുൻകൈ എടുത്തത് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ചൈനയുടെ ഇടപെടലാണ് അമേരിക്ക കൊണ്ട് ഇത്തരത്തിലുള്ള വളരെ പെട്ടെന്നുള്ള ഒരു സമാധാന ചർച്ചകളിലേക്ക് അവരെ എത്താൻ പ്രേരിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്.